ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോട്ട് സെറ്റിൻ്റെ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇന്ന് നമുക്ക് അതിൻ്റെ പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നോർമലി സിഗരറ്റ് ബോട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളിതിവിടെയും പാൻറ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഈ ഫാബ്രിക് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഓപ്പണിംഗ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ആദ്യം 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ബേസ് ലൈനിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ കൊണ്ട് ഞാനിതൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിൽ നിന്ന് താഴേക്കാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ബോട്ടത്തിൻ്റെ ലെങ്ത് പ്ലസ് ഒരു 1 or 2 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്യാനും കൂടി ഇട്ട് കൊടുക്കണം. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഹിപ്പിൻ്റെ ബേസിലാണ് എടുക്കുക. ഹിപ്പിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ എനിക്ക് ഹിപ്പിന് വേണ്ട സൈസ് വരുന്നത് 32 ആണ്. 32നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച് വരുന്നുണ്ട്. ആ 8 ഇഞ്ചിനോട് 1 ഇഞ്ച് കൂടി ചേർത്തിട്ട് 9 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന 8 ഇഞ്ചിനോടൊപ്പം 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചിലൊരു മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് അനുസരിച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു നിന്ന് പുറത്തേക്ക് 2.5 ഇഞ്ചാണ് നമ്മൾ വലിയവർക്കൊക്കെ മാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ കുട്ടിയായതുകൊണ്ട് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് മുതൽ നമ്മുടെ ഫാബ്രിക്കിൻ്റെ എൻഡ് വരെ എത്ര മെഷർമെൻറ്റ് ഉണ്ടെന്ന് നോക്കുക. 11 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ എക്സാക്റ്റ് ഹാഫ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ടേപ്പ് ഇങ്ങനെ മടക്കി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 5.5 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു 5.5 ഇഞ്ചിൻ്റെ ബേസിലാണ് നമ്മൾ ബോട്ടത്തിൻ്റെ വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പം ബോട്ടത്തിൻ്റെ ലെങ്ത് പ്ലസ് മാർജിനുള്ള ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 11 ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു 5.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബോട്ടത്തിൻ്റെ റൗണ്ട് എടുക്കേണ്ടത് 7 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു 3.5 ഇഞ്ച്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 3.5 ഇഞ്ച്, അങ്ങനെയാണ് ടോട്ടൽ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 ഭാഗത്ത് ഞാനിങ്ങനെ ഒന്ന് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ജോയിൻ്റ് ആക്കി വരച്ചിട്ടാണ് ബോട്ടത്തിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കർവ് സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. ബോട്ടത്തിൽ നിന്നുള്ള മാർക്കിങ്ങിൽ നിന്ന് നേരെ നമ്മുടെ ക്രോച്ച് ലൈനിൻ്റെ ഈ കർവിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറു സൈഡിലും ഈ സെയിം ലൈൻ കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്രോച്ച് ലൈനിൻ്റെ അവിടെ നമ്മൾ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആം ഹോളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് എക്സാക്റ്റ് ഈ കോർണറിൽ നിന്ന് നമുക്കിങ്ങനെ 1.5 ഇഞ്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ചെറിയ രീതിയിലൊരു കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ നോർമലി സിഗരറ്റ് ബോട്ടമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നുകൂടി കുറച്ചിങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ കുറച്ചൊരു ലൂസ് ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഈ ബോർഡർ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ പ്ലാസോ പാൻറ്റൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള 2 പീസാണ്. ഇതുപോലെ തന്നെ ബാക്കിലേക്കും 2 പീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബാക്കിലേക്ക് കുറച്ചും കൂടി വിഡ്ത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഫാബ്രിക് ഈ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വേറെ ഫാബ്രിക് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെയർ വെച്ചിട്ട് ട്രേസ് ചെയ്താലും മതിയാവും. ഈ ലൈൻസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇനി ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ കാണിക്കാം. ബോട്ടം ഭാഗത്ത് നമുക്ക് ഇതേ ലെങ്ത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് അനുസരിച്ചിട്ട് അതേ അളവിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലെങ്ത്തിലും വിഡ്ത്തിലും കുറച്ച് എക്സ്ട്രാ വേണം. കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഈ മെറ്റീരിയൽ ഒന്ന് താഴ്ത്തി വെക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത്, അതായത് ആ ക്രോച്ച് വരുന്ന ഭാഗത്ത് ഒരു 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രോച്ചിൻ്റെ കർവ് അവസാനിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കണ്ടിന്യൂവേഷനായിട്ട് ക്രോച്ചിൻ്റെ കർവ് വരുന്ന എല്ലാ ഭാഗത്തും 2 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ പോകുന്നുണ്ട്. വലിയവർക്കാണെങ്കിൽ പിന്നെ സൈസൊക്കെ അനുസരിച്ച് ഹിപ്പ് സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് 2.5 ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ക്രോച്ചിൻ്റെ കർവ് ഭാഗത്ത് എക്സ്ട്രാ ഇട്ട് കൊടുത്ത 2 ഇഞ്ചിന് നമ്മളിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലേക്കൊക്കെ 2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു ലൈനിൻ്റെ ബേസിലാണ് നമുക്ക് അടുത്ത ലൈൻ പോവേണ്ടത്. അപ്പോൾ വേസ്റ്റും കൂടി ഞാൻ കുറച്ചൊന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം എക്സ്ട്രാ ഇട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഈ ലൈൻ ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം.
ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ പുറത്തേക്ക് 2 ഇഞ്ച് വീതം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു എൽ ഷേപ്പിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ ഒരു കർവ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനേക്കാളും 2 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ ബാക്കിലേക്ക് ഹിപ്പ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കിട്ടുന്നുണ്ടാവും. ഇതുപോലെ ബേസ് ലൈനിലും നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈഡിലേക്ക് വരുമ്പം അങ്ങനെ നമ്മൾ എക്സ്ട്രാ മുകളിലേക്ക് കയറ്റേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്. ഇനി ഈ സൈഡിലെ മാർക്കിങ്ങിനൊന്നും ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ഫ്രണ്ടിൽ എത്രയാണോ ഇട്ടിരിക്കുന്നത് അതേ അളവിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എക്സ്ട്രാ കൊടുത്തതുപോലെ 2 ഇഞ്ച് വീതം താഴെ അറ്റം വരെ നമ്മളിങ്ങനെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് പീസിനേക്കാൾ 2 ഇഞ്ച് മൊത്തത്തിൽ ബാക്ക് പീസിന് കൂടുതലായിരിക്കും. ഇനി ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ തന്നെ ഒരു കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻസൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ മാർക്കിംഗ് അനുസരിച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഫുൾ റൗണ്ടും ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കുമായിട്ട് കൊടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ 2 പീസും ബാക്കിലെ 2 പീസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആവുന്ന വിധത്തിൽ ഫ്രണ്ടിലെ 2 പീസും ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ 2 പീസും ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോച്ച് ഭാഗം അല്ലെങ്കിൽ ഈ ഒരു കർവ് വരുന്ന ഭാഗം നമുക്ക് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇവിടെ ഫ്രണ്ടിലെയും ബാക്കിലെയും കർവ് ഞാനിങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. നല്ല വശം ഫേസ് ടു ഫേസ് തന്നെയാണ് ഇവിടെയും വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ ഈ സൈഡും മറു സൈഡും ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഈ സെൻറ്ററിലെ ഈ ഒരു പോർഷനും ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കണം. 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിൽ നമുക്ക് എക്സ്ട്രാ ഉള്ള പോർഷൻ നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാർജിൻ നോക്കുമ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈക്വൽ ആക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. താഴെ ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്ന ഫാബ്രിക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വേസ്റ്റിൻ്റെ എത്രയാണോ മെഷർമെൻറ്റ് അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ 5 ഇഞ്ച് വരെ കുറച്ചിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക്കിന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഫാബ്രിക് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റ് ഇത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.